ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലക്സി വാച്ച് 44mm ബ്ലൂടൂത്തിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് മീൻ വെയിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗാലക്സി വാച്ച് 47 ആൻഡ് ഗാലക്സി വാച്ച് 3 ആയിട്ടുള്ള കമ്പാരിസണുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മുടെ ലേറ്റസ്റ്റ് മോഡലാണ് ഗാലക്സി വാച്ച് 4. ഇതിൻ്റെ കൂടിയൊരു മോഡലുണ്ട് ഗാലക്സി വാച്ച് 4 ക്ലാസിക്. സോ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ഫിസിക്കൽ റൊട്ടേറ്റിംഗ് ബേസൽ എന്ന് പറഞ്ഞ സംഭവമില്ല. നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ അറിയാം ഒരു ഫിസിക്കൽ റൊട്ടേഷൻ ബേസൽ കണ്ടോ. ഇത് ഫിസിക്കലാണ്. നമുക്ക് കണ്ടോ ഒരു ഡയലുണ്ട്. ഒരു ഇതിന് അതേപോലെ തന്നെ മീൻ വൈൽ നമ്മുടെ ഗാലക്സി വാച്ച് 46mm സെയിം തന്നെ ഫിസിക്കൽ റൊട്ടേഷൻ ഡയൽ വരുന്നുണ്ട് ഉണ്ടോ. പക്ഷെ നമ്മുടെ ഈ ഐറ്റത്തിന് ഒരു ഫിസിക്കൽ റൊട്ടേഷൻ അല്ല, പക്ഷേ അവർ ആ ഒരു സംഭവത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കാണ് ആ റൊട്ടേഷൻ. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ നമ്മൾ ഇവിടെ തിരിച്ചു കഴിഞ്ഞാലുണ്ടോ ആ സെയിം സംഭവം തന്നെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്കോട് കൂടി ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കാണ്, അല്ലാണ്ട് ഒരു ഫിസിക്കൽ റൊട്ടേഷൻ. സോ ഫിസിക്കൽ റൊട്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾ ഗാലക്സി വാച്ച് 4 ക്ലാസിക് എന്നുള്ള മോഡലിൽ തന്നെ പോകണം. അതിന് മാത്രം നമുക്ക് ഫിസിക്കൽ റൊട്ടേഷൻ ഉള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ 1.4 ഇഞ്ച് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരിക. അത്യാവശ്യം യൂസർ ഫ്രണ്ട്ലി നല്ല രീതിയിലുള്ള ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇതിനകത്ത് മാത്രം വരുന്നത് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡിൻ്റെ VROS ആണ് വരുന്നത്. നമ്മുടെ ഗാലക്സി വാച്ച് 46 അതുപോലെ തന്നെ വാച്ച് 3ക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ടൈസൺ OS വെച്ചിട്ടാണ് വരിക. സോ കുറച്ചും കൂടെ എനിക്കിപ്പോൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ ആൻഡ്രോയിഡ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഐഫോൺസ് ആയിട്ട് പെയറിങ് ഇച്ചിരി ഇഷ്യൂ ആണ് നമുക്കിത്. പക്ഷേ ഇത് രണ്ടും നമ്മൾ ഐഫോൺസ് ആയിട്ട് പെയർ ചെയ്യും. സോ ഐഫോൺസ് ആയിട്ട് സ്വിച്ച് ചെയ്യാൻ ഉള്ള മൈൻഡ് ഉള്ളവർ ഇതിപ്പോൾ ട്രൈ ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ ഇപ്പോൾ ഉള്ള വാച്ചിൽ തന്നെ നിൽക്കുക. ഓക്കെ. പിന്നെ ഇത് മാത്രമല്ല നമുക്ക് ആൻഡ്രോയിഡിൻ്റെ കുറച്ചും കൂടെ സപ്പോർട്ട് നമുക്ക് ഇതിനായിരിക്കും, കാരണം മാപ്സ് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് അങ്ങനെ അത്രയ്ക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു യൂസർ ഫ്രണ്ട്ലി അല്ല ഇത് നമ്മുടെ ഗാലക്സി വാച്ച് 47 ആസ് വെൽ ആസ് നമ്മുടെ വാച്ച് 3ക്കകത്ത് വരിക. സോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ വാച്ചാണ്. ദാറ്റ് മീൻസ് ഇതൊരു നിയർലി 4 ഇയർ ഓൾഡ് ആയ വാച്ചിന് ഈ വർഷവും ഈ വാച്ചിന് അപ്ഡേഷൻ വന്നായിരുന്നു. ദാറ്റ് മീൻസ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നായിരുന്നു നമ്മുടെ ഗാലക്സി വാച്ച് 46mm. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ബാറ്ററിയാണ്. ഒബ്വിയസ്ലി ഇത്രയും അടിപൊളി ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഫോൺ, ദാറ്റ് മീൻസ് ഒരു വാച്ചില്ല, ഒരു 472 mAh നമുക്ക് ഇതിന് ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട്. ആൻഡ് മീൻ വൈൽ നമ്മുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാച്ച് 4 നോക്കുകയാണെങ്കിൽ 361 mAh. ആൻഡ് നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ 340. ഇതാണ് ഉള്ളതിൽ ഏറ്റവും കുറവ് വന്നത് ഇതാണ്. ഇത് 45mm ആണ്, ഇത് 46mm. ഇതിൻ്റെ 42mm ഒക്കെ ഉണ്ട്, പക്ഷേ അത് ഞാൻ വെർത്തല്ലെന്ന് പറയും, ബിക്കോസ് ഇതാണ് പക്ക വെർത്ത് ആയിട്ടുള്ളൊരു ഡിവൈസ്. ആൻഡ് ഇതും കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു കുറഞ്ഞ മോഡലാണ്, അത് എടുക്കാണ്ടിരിക്കുക. 45 ആണ് ബെറ്റർ. ആൻഡ് ലുക്സ് ആണ് ഫസ്റ്റ് തന്നെ പ്രിഫറൻസ് വെച്ചാൽ ലുക്സ് വെച്ച് ഞാൻ റെക്കമെൻഡ് ഇതിന് 2 രൂപയ്ക്ക് എനിക്ക് ലുക്സ് വൈസ് ഞാൻ കുറച്ചുകൂടെ ബിക്കോസ് ആ ഒരു സിൽവർ ഫ്രെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ ഒരു പ്രീമിയം ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഒരു കൂടിയ സംഭവമാണ് നമുക്കൊരു ആ ഒരു ലുക്ക് കിട്ടണ ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഉണ്ടോ. ഇതൊരു കോമൺ ഒരു നമ്മൾ കണ്ടുവരുന്ന ഡീസ്. പക്ഷേ ഇതിൻ്റെ വാച്ച് 4 ക്ലാസിക് അത് നല്ല ലുക്കാണ്. സോ അത് ആയിരിക്കും എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ പേഴ്സണൽ പ്രിഫറൻസ് ആയിട്ട് തോന്നുന്നത് ലുക്ക് വൈസ്. ആൻഡ് ഇതിൻ്റെ പ്രൊസസ്സർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് വരുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സിനോസ് W920 എന്നൊരു 5nm ആണ്. സോ അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാനുണ്ട്. ഇതിൻ്റെ ആ ഒരു കുറച്ചും കൂടെ സ്മൂത്ത് ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഇൻ്റർഫേസ്. ആൻഡ് നമുക്ക് ലേറ്റസ്റ്റ് ഇൻ്റർഫേസ് നോക്കാം. ഇത് കുഴപ്പമില്ല, പക്ഷെ അത്ര ഒരു സ്മൂത്തർ എനിക്ക് കിട്ടുന്നില്ല. ഒരു ലൈറ്റർ ഇമ്പ്രൂവ്മെൻറ്റ്. പിന്നെ ആൻഡ്രോയിഡിൻ്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇത് നമുക്ക് ടൈസനും ഇത് ആൻഡ്രോയിഡാണ്. സോ അതിൻ്റെ ഒരു ഡിഫറൻസ് കൂടെ ഉണ്ട്. സോ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാനുള്ള വേറെ കാര്യം ഇതിന് 1.5 GB റാമും ഇതിന് 1 GB റാം ആൻഡ് ഇതിന് നമുക്ക് 768 MB റാം വരും. പക്ഷേ ഇതിൻ്റെ LTE വെർഷൻസിന് കൂടുതലുണ്ട് കേട്ടോ. ഞാൻ ബ്ലൂടൂത്ത് വെർഷനാണ്, 3ൻ്റെയും ബ്ലൂടൂത്ത് വെർഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഏറ്റവും പ്രൊസസ്സർ ആൻഡ് ലേറ്റസ്റ്റ് വൈസ്, ബിക്കോസ് ലേറ്റസ്റ്റ് വാച്ചാണല്ലോ നമ്മുടെ 4, അത് കാരണം അതിനുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് 4ൽ കിട്ടുന്നുണ്ട്. സോ 1.5 GB റാം വരുന്നുണ്ട്, 16 GB ഇൻറ്റർണൽ മെമ്മറി വരുന്നുണ്ട്. നമുക്ക് ഇതിന് വരുന്നത് ജസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 8 GB ആണ് ഇൻറ്റർണൽ മെമ്മറി വരിക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ സെറ്റിങ്സ്, എബൌട്ട് വാച്ച് ഉണ്ടോ. സ്റ്റോറേജ് നമുക്കിവിടെ വരുന്നത് 8 GB ആണ് വരുന്നത്. ആൻഡ് മീൻ വൈൽ നമുക്കിത് നോക്കാം. സെറ്റിങ്സ് ഇത് 4 GB ആണ് വരിക. നമ്മുടെ വാച്ച് 44mm കണ്ടോ, 4 GB. ആൻഡ് നമുക്ക് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത് നോക്കാം. ഇത് നമുക്ക് 16 GB വരുന്നുണ്ട്. കുറച്ചും കൂടി ഇൻ്റർഫേസ് നിങ്ങൾ നോക്കി അറിയാം, കുറച്ചും കൂടെ രസമുണ്ട് കേട്ടോ അതിൻ്റെ ഇൻ്റർഫേസ് കണ്ടോ. നമുക്കൊരു ആൻഡ്രോയിഡിൻ്റെ ഒരു ഫീൽ. ഇത് ഒരു കസ്റ്റമൈസേഷൻ ഫ്രണ്ട്ലി ആണ്, എന്നാലും ഒരു കുറച്ചും കൂടി ആൻഡ്രോയിഡായിട്ട് കുറച്ചും കൂടെ സിങ്ക് തോന്നണം നമുക്ക് ഈ ഇത് തന്നെയാണ്. സ്റ്റോറേജ്
ഉണ്ടോ 16 GB. സോ അവിടെയും ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നത് 16 GB, 8 GB, 4 GB. സോ ഇതിന് 1.5 GB റാം, 1 GB റാം, 768 MB റാം. സോ അങ്ങനെയാണ്. സോ ഇനി നമുക്ക് ബാക്കി ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ടോട്ടലി ലുക്ക് വൈസ് ഞാൻ പറഞ്ഞ പോലെ ഗാലക്സി വാച്ച് 3യും അല്ലെങ്കിൽ നമ്മുടെ ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലാസിക്കാണ്. ബാറ്ററി വൈസ് എനിക്ക് ഇപ്പോഴും വൺ ഓഫ് ദി ബെസ്റ്റ് ഗാലക്സി വാച്ച് 46 ആണ്. അതിൻ്റെ അത്രയും ബാറ്ററി ബാക്കപ്പ് എനിക്ക് ഇതിനും കിട്ടുന്നില്ല, ഇതിനും കിട്ടുന്നില്ല. സോ എനിക്ക് ബാറ്ററി ബാക്കപ്പ് വൈസ് എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടം. പിന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം എല്ലാത്തിനും കൂളിംഗ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേക്ക് അത് നമുക്ക് എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ ഇതിൻ്റെ വിയറബിൾ ആപ്ലിക്കേഷനാണ് നമുക്ക് ഫോണിൻ്റെ. സോ നമുക്ക് 3 കണക്ട് ഉണ്ട്. എന്താ കണ്ടോ, ഗാലക്സി വാച്ച് 3, വാച്ച് 4 നമ്മുടെ നോർമൽ വാച്ചാണ്. ഞാൻ സ്വിച്ച് ചെയ്യട്ടെ വാച്ച് 4 ഇട്ട്. സോ ഇതിപ്പോൾ വാച്ച് 4 സ്വിച്ച് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും ഏതൊക്കെയാണോ കണക്ട്. ഇപ്പോൾ വാച്ച് 4 സ്വിച്ച് ചെയ്ത് ഇതിനകത്ത് നമുക്ക് എല്ലാ വാച്ച് ഫേസ് ഇഷ്ടം പോലെ വാച്ച് ഫേസസ് നമുക്ക് അവരുടെ ആപ്പ് സ്റ്റോറിലൊക്കെ പോയിട്ട് അതിൻ്റെ കസ്റ്റമൈസേഷൻ വെച്ചാൽ വേറെ ഒരു വാച്ചും കിട്ടുന്നില്ല. ഞാൻ റെക്കമെൻഡ് നിങ്ങൾ ഈ 7K 6K ഒക്കെ പോയി ന്യൂ വാച്ച് എടുക്കാണ്ട് വൺസ് ഒരു വിത്തിൻ വാറണ്ടി ഉള്ള ഒരു സാംസങ്ങിൻ്റെ വാച്ച് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ഒരു വാച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യില്ല. കാരണം അത്രത്തോളം യൂസർ ഫ്രണ്ട്ലിയും വാച്ച് ഫേസസും കാര്യങ്ങളൊക്കെ നമുക്ക് വിത്ത് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു റേഞ്ച് ഓഫ് കസ്റ്റമൈസേഷൻ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഫോൺ ഏറ്റവും കമ്പാറ്റബിലിറ്റി ആയിരിക്കണം. സാംസങ് ടു സാംസങ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സിങ്ക് വരിക. ബാക്കിയുള്ള ഫോൺസും സിങ്ക് ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ബിക്കോസ് ഈ ഗാലക്സി വിയറബിൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഇവർ സംഭവം ചെയ്യണം. പ്ലസ് പിന്നെ ഒരു പ്ലഗിനും ഉണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ വാച്ച് 3 ആണ്, വാച്ച് 3യുടെ പ്ലഗിൻ, ഇതിൻ്റെ 4ൻ്റെ പ്ലഗിൻ 40. അപ്പോൾ ഈ വിയറബിൾ ആപ്ലിക്കേഷൻ ഇൻ ബിറ്റ്വീൻ നമ്മുടെ നോർമൽ ഫോൺസ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോകും. സോ നമ്മൾ ആ ആപ്ലിക്കേഷൻ റീസൻസിൽ പോയിട്ട് ഓൾവേസ് കീപ്പ് ഓപ്പൺ കൊടുത്തിടണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനകത്തൊക്കെ പോയിട്ട് ആ ആപ്ലിക്കേഷൻ എന്താണ് ഫോഴ്സ് ക്ലോസ് ആവാണ്ടിരിക്കാനുള്ള സംഭവം. ദാറ്റ് മീൻസ് ഒപ്റ്റിമൈസേഷൻ ആപ്പിന് വേണ്ടത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ സാംസങ് ഫോൺ തന്നെയാണെങ്കിൽ ഒരു സീനുമില്ല, പക്കയായിട്ട് സിങ്ക് ആകും. പിന്നെ അത് ജസ്റ്റ് ബ്ലൂടൂത്ത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള വാച്ച് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് പെയറും. സോ എവറിത്തിങ് ആ സിങ്കിൽ തന്നെ നടക്കും. അതാണ് ഒരു മെയിൻ അഡ്വാൻറ്റേജ് വിത്ത് സാംസങ് ഫോൺ ഉള്ളവരാണെങ്കിൽ. സോ ഇപ്പോൾ ഞാൻ വാച്ച് 4 കണക്റ്റാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും വാച്ച് 4 കണക്റ്റാണ്. നമുക്ക് ഇഷ്ടം പോലെ വാച്ച് ഫേസ് ഉണ്ടോ, ഇഷ്ടം പോലെ വാച്ച് ഫേസ്. ഇത് കൂടാണ്ട് തന്നെ ഇത് ബൈ ഡീഫോൾട്ടായിട്ട് തന്നെ വാച്ച് ഫേസ് ആണ്. ഇത് കൂടാണ്ട് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് അവിടെ തീം സ്റ്റോർ അൺലിമിറ്റഡ് എന്ന് ഞാൻ പറയും, അൺലിമിറ്റഡ് വാച്ച് ഫേസസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കസ്റ്റമൈസേഷൻ അടിപൊളിയാണ്. നമുക്ക് ക്വിക്ക് പാനൽ കസ്റ്റമൈസേഷൻ എല്ലായിടത്തും കസ്റ്റമൈസേഷൻ കാര്യങ്ങളുണ്ട്. ഹാർട്ട് റേറ്റ് സെൻസർ, നമ്മുടെ സ്ട്രെസ് ലെവൽ മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ ഇന്ന് നോക്കി പിന്നെ ഒരു അപ്ഡേഷൻ കണ്ടായിരുന്നു എനിക്ക്. ഓക്കെ, ലെറ്റ് മീ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഉണ്ടോ. ഇതിൻ്റെ നമ്മുടെ ഫോണിൽ വന്ന അപ്ഡേഷൻ്റെ സൈസൊക്കെ ആയിട്ട് വന്നത്. ഇതിൻ്റെ സൈസ് നോക്കിയോ 721 MB വാച്ച് 4ൻ്റെ അപ്ഡേഷൻ വന്നതാണ്. കണ്ടോ, ഇങ്ങനത്തെ അപ്ഡേഷൻസ് ഒക്കെയാണ്. ദാറ്റ് മീൻസ് പക്ക അവർ ഏത് രീതിയിലാണ് എല്ലാ രീതിയിലും എൻഹാൻസ്ഡ് സാംസങ് ഹെൽത്ത് ഫംഗ്ഷനും ഇംപ്രൂവ്ഡ് സിസ്റ്റംസ് സ്റ്റെബിലിറ്റി ആൻഡ് റിലയബിലിറ്റി. അങ്ങനെ പിന്നെ 16 GB സ്റ്റോറേജ് ഉള്ളവർക്ക് ലിമിറ്റ് ചെയ്ത അപ്ഡേഷൻ കൊടുക്കാനില്ല. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ 4 GB 8 GB ഒക്കെ ഉള്ള ലിമിറ്റ് ചെയ്ത അപ്ഡേഷൻ. പക്ഷേ 16 GB ഉള്ള കാരണം ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ പ്രോപ്പർ അപ്ഡേഷൻസ് നമ്മുടെ വാച്ച് 46 നമ്മൾ ഈ വർഷം വരെ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. വാച്ച് 3ക്ക് അപ്ഡേഷൻ വരുന്നുണ്ട്. സോ ലൈവിൽ എത്ര നാൾ കഴിഞ്ഞിട്ട് എടുത്താലും വെറുതായിരിക്കും. ഞാൻ പറയും ഇപ്പോൾ നിങ്ങളൊരു 6K 7K ഒക്കെ പോയിട്ട് ന്യൂ അവരുടെ ആ നേരത്തെ ഏതാണോ ബെസ്റ്റ് ആ 7Kയിൽ കിട്ടുന്ന ബെസ്റ്റ് വാച്ച് നോക്കാണ്ട് നിങ്ങളൊരു വിത്തിൻ വാറണ്ടിയുള്ള സാംസങ്ങിൻ്റെ ഒരു വാച്ച് വൺസ് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ വാച്ചിന് കിട്ടും. പക്ഷേ നിങ്ങളുടെ ഫോൺ സാംസങ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്കോസിസ്റ്റം ഫ്രണ്ട്ലി ആയിട്ട് തോന്നും. അല്ലെങ്കിൽ പല ഇഷ്യൂസ് ഉണ്ടാവും. സപ്പോസ് ഇപ്പോൾ നമുക്ക് ഈ ഗാലക്സി വിയറബിൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഇതാണ് കേട്ടോ, ഈ വിയറബിൾ എന്നുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഇത് ഇവർ മൊത്തം മാനേജ് ചെയ്യുന്നത്. സോ ഈ സാംസങ് ഫോൺസ് ആയിരുന്നു നല്ല സിങ്ക് ഉണ്ട്. അല്ലാത്ത ഫോൺസ് ആണ് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിയറബിൾ ആപ്ലിക്കേഷൻ നമ്മൾ കീപ്പ് ഓപ്പൺ ദാറ്റ് മീൻസ് അങ്ങനെ ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ദാറ്റ് മീൻസ് ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോഴ്സ് ക്ലോസ് ആവാണ്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലിയർ ഓൾ കൊടുക്കുമ്പോൾ ആ ആപ്ലിക്കേഷൻ പോകാണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തില്ല. അത് മാത്രമല്ല നമ്മൾ അതിൻ്റെ ബാറ്ററി ആൻഡ് ഒപ്റ്റിമൈസേഷനകത്തൊക്കെ ഈ ആപ്ലിക്കേഷൻ ഒരിക്കലും ക്ലോസ് ആവുന്നതുകൊണ്ട് അതിൻ്റെ സെറ്റിംഗ്സിൽ പോയി ചെയ്താൽ ഈ രണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ആപ്ലിക്കേഷൻ തന്നെത്താൻ ഒപ്റ്റിമൈസ് ചെയ്ത് ക്ലോസ് അങ്ങനെ പോകും. അപ്പോൾ ഈ സമയത്തൊക്കെ വാച്ച് എന്താ പറയുക കണക്റ്റ് ആവാണ്ടിരിക്കുക, അങ്ങനത്തെ ഇഷ്യൂസ് വരിക. പിന്നെ അത് മാത്രമല്ല ലാഗിങ് വരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണോ നിങ്ങളുടെ ഫോൺ അതനുസരിച്ച് ഇതിൻ്റെ ഓരോന്നും ബ്ലൂടൂത്ത് വേർഷൻസ് ഉണ്ട്. സോ ബ്ലൂടൂത്ത് വേർഷൻസ് ഏറ്റവും കമ്പാറ്റബിലിറ്റി ഉള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ. ചിലർക്ക് ശ്രദ്ധിച്ചറിയാം, നമുക്ക് ആദ്യം ഇപ്പോൾ ഒരു ഫോണിൽ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും മുന്നേ ദാറ്റ് മീൻസ് ഒരു ഇൻസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ്ലി വാച്ചിൽ വരും. ചിലതാണെങ്കിൽ ഫോണിൽ കോൾ വന്നൊരു 3 സെക്കൻഡ് 4 സെക്കൻഡ് ഡിലേ കഴിഞ്ഞിട്ടാണ് നമുക്ക് വാച്ചിൽ ഫോൺ. അതിൻ്റെ സിങ്ക്രണൈസിൻ്റെ ഇഷ്യൂസാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആ സെയിം വേർഷൻ തന്നെയുള്ള ഫോണാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. ദാറ്റ് മീൻസ് ബ്ലൂടൂത്ത് 5.2 അതും ബ്ലൂടൂത്ത് 5.2 ആണെങ്കിൽ നല്ല സിങ്ക് ആയിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ഇതാണെങ്കിൽ പണ്ടത്തെ വെർഷൻ ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല ചെറിയൊരു ലാഗ് ഉണ്ട്. മീൻ ഇതാണെങ്കിൽ പക്ക കാരണം ഇതിപ്പോൾ യൂസിങ് ഗാലക്സി S22 Ultra ആണ്. സോ ഇതായിട്ട് പക്ക സിങ്കാണ് ലേറ്റസ്റ്റ് വേർഷൻസ് ആയ കാരണം. പക്ഷേ ഇത് ഇച്ചിരി ലാഗ് ഉണ്ട്. ഇത് ഓക്കെയാണ്, പക്കയാണ്. ഇത് ഏകദേശം ഒരേപോലെ തന്നെയാണ് വർക്ക് ചെയ്യണത്. ഓക്കെ, സോ അത് മാത്രമല്ല ഇനി ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ നമുക്കിനി ഡിസ്പ്ലേസ് നോക്കാം.
സോ ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബെസ്റ്റ് ഡിസ്പ്ലേ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ വാച്ച് 4-ൻ്റെയാണ് കഴിയും. ബിക്കോസ് ഇത് 1.4 ഇഞ്ച് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരെ 450x450 പിക്സൽസ് വരുന്നുണ്ട്. പിന്നെ 321 PP വരുന്നുണ്ട്. നമുക്കിനി വാച്ച് 3 നോക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു 1.4 സെയിം 1.4 ഇഞ്ചിന് വരുന്നുണ്ട്. 360x360 ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മുടെ പിക്സൽസ് കുറഞ്ഞു. പക്ഷേ PP കൂടും, 364 PP വരുന്നുണ്ട്. ആൻഡ് മീൻ വലുതാണ് വളരെ ഏറ്റവും കൂടുതൽ 360x360 ഉണ്ടെങ്കിലും അതിൻ്റെ PP 278 PP ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ വാച്ചിൽ ചെറിയ ഡിസ്പ്ലേ ആണ്, നമുക്ക് ആ ഒരു PPI ഡിഫറൻസോ പിക്സൽസിൻ്റെ ഡിഫറൻസോ ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും എന്തിനാണ് ഇതിനകത്ത് ഡിസ്പ്ലേയുടെ ഒരു യൂസ് എന്തിനാണ് നമുക്ക്. പക്ഷേ നമുക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻസിനകത്ത് ഇതാണ് നമുക്ക് വരുന്ന ആപ്ലിക്കേഷൻ. സോ വാച്ച് സെറ്റിംഗ്സ് നമുക്ക് ഇതിനകത്ത് ഉണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, മാനേജ് കണ്ടന്റ് ഓപ്ഷൻ. ദാറ്റ് മീൻസ് ആഡ് ഇമേജസ്. നമ്മുടെ ഗാലറിയിലുള്ള ഏതൊക്കെ ഇമേജസ് ഉണ്ടോ മൊത്തം ആഡ് ചെയ്യാം. ഗാലറിയിലുള്ള നമ്മുടെ എന്താ പറയുക ട്രാക്സ്, നമ്മുടെ മീൻസ് നമ്മുടെ ഓഡിയോ ഫയൽസ് മൊത്തം ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഇടാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. സോ ഗാലറി എടുത്തു, എന്നിട്ട് ഞാൻ കുറച്ച് ഇമേജസ് ആഡ് ചെയ്യുകയാണത്, അത്ര മതി. എന്നിട്ട് ഞാൻ ഡൺ കൊടുക്കുകയാണ്. കുറച്ച് ആഡ് ചെയ്യാം. ഓക്കെ, ഡൺ കൊടുത്തു. കണ്ടോ, ഈ ഇമേജസ് ഒക്കെ ആഡിങ് ഇമേജസ് ടു വാച്ച് എന്ന് പറഞ്ഞിട്ട് ഈ ഇമേജസ് മൊത്തം വാച്ച്, അതായത് വാച്ചിൻ്റെ ഗാലറിയിൽ നമുക്ക് ഈ സംഭവങ്ങൾ മൊത്തം കാണാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഇതിൻ്റെ മൂന്നെണ്ണത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഫീച്ചേഴ്സൊക്കെ. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇതിനകത്താണ് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് പറഞ്ഞു തരാണെങ്കിൽ നമുക്കിവിടെ എന്താ പറയുക എടുക്കട്ടെ, ഡെയിലി ആക്ടിവിറ്റി, നമ്മുടെ വാക്കിങ്, റണ്ണിങ്, സൈക്ലിങ് ഒക്കെ ഉണ്ടോ ഇഷ്ടം പോലെ. അപ്പോൾ നിങ്ങളൊരു എന്തൂസിയാസ്റ്റൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് യൂസ്ഫുൾ കുറേ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. അല്ലാത്തവർക്ക് തന്നെ അടിപൊളിയാണ്. പിന്നെ ഞാൻ ആക്ച്വലി എൻ്റെ പേഴ്സണൽ ശരിക്കും മെയിൻ യൂസ് എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാണ്ട്, മീൻസ് ബൈക്കിന് പോക്കറ്റിലായിരിക്കുമല്ലോ, പിന്നെ ഹെൽമെറ്റൊക്കെ വെച്ചിരിക്കുകയാണല്ലോ. സോ മെയിൻ വൈൽ നമുക്ക് ഫോൺ എടുക്കാണ്ട് തന്നെ എല്ലാം ആരാണ് വിളിച്ചത്, വാട്സപ്പ് നോട്ടിഫിക്കേഷൻസ് എല്ലാം അറിയാൻ വേണ്ടിയാണ് എൻ്റെ മെയിൻ യൂസ്. സോ നമുക്ക് ഇതിനകത്ത് തന്നെ കോൾ ചെയ്യും, മൂന്നെണ്ണത്തിലും ഇതിനകത്ത് കോൾ വരികയും ചെയ്യും, ഇതിനകത്ത് തന്നെ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും, ഇതിനകത്ത് തന്നെ കോൾ കട്ട് ചെയ്യുകയും ചെയ്യാം. അതേപോലെ മൂന്നെണ്ണത്തിനകത്ത് വാട്സപ്പ് നോട്ടിഫിക്കേഷൻസ് വരികയും ചെയ്യും, വാട്സപ്പ് നോട്ടിഫിക്കേഷൻസ് നമുക്ക് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം, നമുക്ക് തിരിച്ച് അയക്കുകയും ചെയ്യും. സോ എല്ലാം ഈ മൂന്നെണ്ണവും അടിപൊളി വാച്ചസാണ്. ഇപ്പോൾ നിങ്ങൾ വാച്ച് 46mm ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ അപ്ഡേഷൻ നോക്കുന്നത്, സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇതിൻ്റെ ഡയറക്റ്റായിട്ട് വാച്ച് 4 ക്ലാസിക് ആയിരിക്കും നിങ്ങൾക്കൊരു പെർഫെക്റ്റ് അപ്ഡേഷൻ എന്ന് പറയുക. വാച്ച് 4 ഓക്കെയാണ്, ബിക്കോസ് ഇപ്പോൾ പ്രൈസ് ഒരു ഡ്രോപ്പ് ആയതൊക്കെ ഫ്ലിപ്കാർട്ടിൽ ഓഫർ വന്നു, ആ ഡ്രോപ്പിന് എടുത്തവർക്കൊക്കെ വെർത്താണ്. അല്ലാതെ ഇതിൻ്റെ ഒറിജിനൽ MRP വെച്ചിട്ടോ ഒക്കെ ഇപ്പോൾ ഗാലക്സി S22 എടുക്കുകയാണെങ്കിൽ 299 നമുക്ക് ഈ വാച്ച് കിട്ടും. സോ അങ്ങനെയുള്ളവർക്കൊക്കെ വെർത്ത് അപ്ഗ്രേഡ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല നമുക്ക് സ്ലീപ്പ് ട്രാക്കിങ്, അതുപോലെ ഹേർട്ട് റേറ്റ് സെൻസർ, സ്ട്രെസ് റേറ്റ് ഒക്കെ നമുക്ക് മാനേജിങ്ങിന് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. എല്ലാത്തിലും നമുക്ക് ആ സംഭവം കിട്ടുന്നുണ്ട്. സോ ഓവറോൾ ഒരു പക്ക വെർത്തിയാണ് നമ്മുടെ ഗാലക്സി വാച്ച് 4. പിന്നെ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് നോക്കിയാണ് നിങ്ങൾ ഒരു വാച്ച് എടുക്കണമെങ്കിൽ ഞാൻ പറയും ഒരു മീഡിയത്തിൽ നിൽക്കുന്ന നമ്മുടെ വാച്ച് 4 ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു ഹെവി യൂസറാണ് ഈ വാച്ച് 4 ക്ലാസിക് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നു. പിന്നെ എനിക്ക് ഈ റൊട്ടേഷൻ, അത് ഞാനിപ്പോൾ ഇവർ രണ്ടുപേരും കുറച്ചാളുടെയും യൂസ് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ്. എനിക്ക് ഈ ഫിസിക്കൽ റൊട്ടേഷനാണ് കുറച്ചും കൂടെ താല്പര്യം. പേഴ്സണൽ പ്രിഫറൻസ് ആട്ടോ, മേ ബി നിങ്ങൾക്ക് അതായിരിക്കും ഇഷ്ടം. ഉണ്ടാവും ഇതിപ്പോൾ ഈ റൊട്ടേഷൻ ഉണ്ടെങ്കിലും ഒരു നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഒരു റൊട്ടേഷൻ ബെസലായാലും നമുക്ക് ആ ഒരു രസം കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഗാലറീസ് ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നു. സോ നമുക്ക് അതിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്യാം. ഗാലറി കണ്ടോ, ഇട്ട ഇമേജസ് മൊത്തം ഉണ്ടോ, കണ്ടോ പക്ക കണ്ടോ, നല്ല ഡീപ്പ് നല്ല ഡിസ്പ്ലേ ഉണ്ടോ ഇത് നോക്കി പറയാം. ഓക്കെ, സോ അതാണ് ഗൈസ് നമ്മുടെ വാച്ച് 4ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. സോ വാച്ച് 4 ഈ ഫ്ലിപ്കാർട്ട് ഓഫറിലൊക്കെ ഒന്ന് ആ ഒരു റേറ്റ്, ദാറ്റ് മീൻസ് ഒരു 15K അറൗണ്ട് വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇറ്റ്സ് എസ് ഫ്രം മീ. പക്ഷേ അപ്ഗ്രേഡ് വെർത്ത്, ദാറ്റ് മീൻസ് നിങ്ങളുടെ വാച്ച് 4 അല്ലെങ്കിൽ വാച്ച് 3 ഉള്ളവരിൽ നിന്ന് ഒരു അപ്ഗ്രേഡേഷൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച് 4 ക്ലാസിക് ഒറ്റ ആൻസർ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളിതൊന്നും ഇല്ലാതെ വാച്ച് ആക്റ്റീവ് 2 S3 ഫ്രോണ്ടിയർ ആ റേഞ്ചിലൊക്കെ ഉള്ളവർ ഡയറക്റ്റായിട്ട് എടുത്തോ, കുഴപ്പമില്ല, സീനില്ല. ഞാൻ ഒരു ബെസ്റ്റ് സാംസങ്ങിൻ്റെ ഔട്ട്ലൈനിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ളൊരു വാച്ച് 444 ഇതിന് 42 അത്ര ബെസ്റ്റ് സെല്ലർ അല്ല, ബിക്കോസ് ബാറ്ററി ബാക്കപ്പിന് ഇഷ്യൂസ്. പക്ഷേ ഇത് ഒരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു. 4 years ആയിട്ടുണ്ട് അപ്രോക്സിമേറ്റ്ലി ഇത് ഇറങ്ങിയിട്ട്. ബട്ട് സ്റ്റിൽ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു 1 month ആയിരുന്നു. ബട്ട് ഇപ്പോഴും സ്റ്റിൽ അടിപൊളിയാണ്. പിന്നെ ചില സമയത്ത് എനിക്ക് ആ ഒരു 768 MB റാമിൻ്റെ ഒരു ചെറിയൊരു ഇടയ്ക്കൊരു വളരെ റെയറായിട്ട് ഞാൻ അത്യാവശ്യം 2-3 ആപ്ലിക്കേഷനൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കുഴപ്പമുണ്ട്. പക്ഷേ ഇത് ഒരു സീനില്ല, പക്ക എവറിത്തിങ് ഈസ് പക്കയാണോ ഈ സാധനത്തിനകത്ത്. പിന്നെ എനിക്ക് ആ ലുക്ക് വൈസും ആണ് ഞാൻ ഇവർ രണ്ടുപേരും എനിക്ക് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, അടിപൊളി ലുക്സാണ് രണ്ടും. നമ്മുടെ ആ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നത്. പക്ഷേ ഇത് ആ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നില്ല. ഓക്കെ, സോ ഗൈസ്
That's all for today. Signing off, it's Phone Mania.